ഏവർക്കും ഈസി ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റാണ്. ആ യൂണിറ്റിൻ്റെ പേര് എ പീസ് ഓഫ് കേക്ക്. കേക്കിൻ്റെ ഒരു പീസ്, അങ്ങനെ തന്നെയാണ് അർത്ഥം. സോ ഈ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിലുള്ളത്. സോ ഇതാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈസി ഇംഗ്ലീഷ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് വളരെ സിമ്പിളും അതുപോലെ തന്നെ ഡീറ്റെയിൽഡും ആയിട്ടും ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ്. പ്ലേലിസ്റ്റ് സെക്ഷൻ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് 2ാം ക്ലാസ്സോ ഇനി മറ്റേതെങ്കിലും ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. നമുക്ക് നേരെ കഥയിലേക്ക് വരാം. എ പീസ് ഓഫ് കേക്ക്. സോ ഇത് എലഫൻസിൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ദ മദർ എലിഫൻറ്റ് ലുക്ക്ഡ് സാഡ്. അമ്മ എലിഫൻറ്റ് എന്താണ്? വളരെ സാഡ്. സാഡ് എന്ന് പറഞ്ഞാൽ ദുഃഖിതയാണ്. സോ വൈ ഈസ് ദി മദർ എലിഫൻറ്റ് സാഡ്? എന്തുകൊണ്ടാണ് അമ്മ എലിഫൻറ്റ് സാഡായത്? അപ്പോൾ അത് കുട്ടിയോട് ചോദിക്കേണ്ടതാണ്. അപ്പോൾ കുട്ടിയുടെ അടുത്തുനിന്ന് പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക, ഈ ചാപ്റ്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ എം വെരി ഫാറ്റ്. ഞാൻ നല്ല തടിയുണ്ട്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടിയുള്ളത്. ഞാൻ ഭയങ്കര തടിച്ചാണ്, നല്ല തടിയുണ്ട് എന്നാണ് മദർ പറയുന്നത്. ഓ യു ആർ നോട്ട് ടു ഫാറ്റ്. അത്ര തടിയൊന്നുമില്ല എന്ന് മക്കൾ ആശ്വസിപ്പിക്കുകയാണ്. ലുക്ക് മമ്മി ഹാസ് എ ഫാറ്റ് ബെല്ലി. അപ്പോൾ മറ്റൊരു ചെറിയ ആനക്കുട്ടി പറയാണ്, മമ്മിക്ക് ഫാറ്റ് ബെല്ലിയുണ്ട്. അതായത് ബെല്ലിയിൽ ഫാറ്റ്, കൊഴുപ്പുണ്ട്, വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പുണ്ട്, തടിയുണ്ട് എന്നാണ് പറയുന്നത്. സോ യു ആർ ക്യൂട്ട് ടു. അങ്ങനെയാണെങ്കിലും ക്യൂട്ടാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് മറ്റൊരു മകനായിട്ടുള്ള ഒരു എലിഫൻറ്റ് പറയുന്നുണ്ട്. സോ മാം യു ആർ സ്ട്രോങ് ആണ്. സമാധാനിപ്പിക്കുകയാണ്, മക്കൾ ഒക്കെ സമാധാനിപ്പിക്കുകയാണ്. യു ആർ സ്ട്രോങ്, നല്ല സ്ട്രോങ് ആണെന്ന് പറയുന്നു. സോ ദി മദർ എലിഫൻറ്റ് പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് വായിക്കട്ടോ. ബ്രേക്ക് ഫാസ്റ്റ് എന്നല്ല, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം. സോ രാവിലത്തെ ഭക്ഷണം, ആദ്യത്തെ ഭക്ഷണം എന്താണ്? എലിഫൻറ്റ് പ്രിപ്പയർ ചെയ്തു. കം ഇറ്റ്സ് ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഷീ കോൾഡ് ഔട്ട്. അമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി, വരൂ. ഓൾ സാറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു. വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ മാം ആസ്റ്റ് ലുക്ക് ഒരു മകനാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് അമ്മയെന്ന് ചോദിക്കുകയാണ്. വി ഹാവ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ. നമുക്ക് തേങ്ങയും ഷുഗർ കെയിൻ കരിമ്പുമാണ് ഉള്ളത്. നോ മോർ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. അതിൽ ഡയറ്റിൽ പോവാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ അമ്മ പറയാണ്, നോ മോർ കേക്ക്സ്, ഇനി കേക്കൊന്നും ഉണ്ടാവില്ല. ആൻഡ് ബിസ്ക്കറ്റും ഇല്ല. ഫ്രം ടുഡേ ഓൺവേർഡ്സ്, ഇന്ന് തൊട്ടിട്ട് കേക്കും ബിസ്ക്കറ്റും ഒന്നും ഇല്ല കേട്ടോ എന്ന് പറയാം. സെഡ് ദ മദർ എലിഫൻറ്റ് പറഞ്ഞു. ബട്ട് വൈ? ദ ബേബി എലിഫൻറ്റ് ആസ്റ്റ് സാഡ്ലി ദുഃഖത്തോടെ. ആ ബേബി എലിഫൻറ്റ് ദുഃഖത്തോടെ ചോദിക്കണേ, എന്തുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാത്തത്? അതിൽ മദർ പറയാണ്, വി ആർ ഓൾ ഫാറ്റ്. നമ്മളെല്ലാം തടിച്ച ആൾക്കാരാണ്. വി ഹാവ് ടു ഈറ്റ് ലെസ്. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച്. ലെസ് എന്ന് പറഞ്ഞാൽ കുറച്ച്. നമ്മളിനി കുറച്ചേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ആൻഡ് വർക്ക് മോർ. കൂടുതൽ വർക്ക് ചെയ്യുകയും വേണം. ദി മദർ റിപ്ലൈഡ്. അമ്മ പറഞ്ഞു. വിൽ ദേ എഗ്രി വിത്ത് മാം? അവർ അമ്മ പറഞ്ഞതിനോട് എഗ്രി ചെയ്യുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നോക്കാം. ദി എലിഫൻറ്റ് കിഡ്സ് വെൻറ്റ് ടു സ്കൂൾ. അങ്ങനെ അവരെല്ലാം സ്കൂളിലേക്ക് പോയി. വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. ഇൻ ദ ഈവനിങ്, വൈകുന്നേരം, ദേ കെയിം ബാക്ക് ഹോം. അവർ വീട്ടിലേക്ക് വന്നു. വാട്ട് ഡു യു യൂഷ്വലി ഡു ആഫ്റ്റർ സ്കൂൾ? ഇനി കുട്ടികളോട് ചോദ്യമാണ്, സ്കൂൾ കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നോർമലി ചെയ്യാറുള്ളത്? അപ്പോൾ അവർ പറയട്ടെ പലതരം ആൻസേഴ്സ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി നോക്കാം. മാം ക്യാൻ വി വാച്ച് ടെലിവിഷൻ? ഞങ്ങൾ TV കാണട്ടെ. ആസ്റ്റ് ബ്രൗൺ ദി എൽഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂത്തത്. അപ്പോൾ മക്കളിൽ ഏറ്റവും മൂത്തവനായ ബ്രൗണ് ചോദിക്കുകയാണ്, ഞങ്ങൾ ടെലിവിഷൻ കാണട്ടെ. നോ ടൈം ഡിയർ, സമയമല്ല. പുട്ട് യുവർ ബാഗ്സ് ഡൗൺ. ബാഗൊക്കെ അവിടെ നിലത്ത് വെക്ക്. ആൻഡ് ഫോളോ മീ, എൻ്റെ കൂടെ വാ. വി ആർ ഗോയിങ് ഫോർ എ റൺ. നമ്മൾ ഓടാൻ പോവുകയാണ്. ലുക്ക് വി ആർ ഗെറ്റിംഗ് പ്രിറ്റി ഹെവി. നോക്ക്, നമ്മളെല്ലാം തടിച്ചിട്ടുണ്ട്. ഹെവി എന്ന് പറഞ്ഞാൽ തടി. നമ്മളെല്ലാം നന്നായിട്ട് തടിച്ചിട്ടുണ്ടെന്ന് അമ്മ എലിഫൻറ്റ് പറയാം. സെഡ് ദി മദർ എലിഫൻറ്റ്. ദേ വെൻറ്റ് ഫോർ എ ജോഗ്. അവരെല്ലാം അങ്ങനെ ജോഗിങ്ങിന് പോയി. ജോഗിങ് എന്ന് പറഞ്ഞാൽ പിന്നെ എക്സസൈസാണ്, നടത്തല്ല. പക്ഷെ നടത്തത്തേക്കാളുള്ള സ്പീഡുണ്ട്. എന്നാലും ശക്തമായൊരു ഓട്ടമല്ല, ലൈറ്റായിട്ടുള്ളൊരു ഓട്ടം കേട്ടോ, അല്ലെങ്കിൽ സ്പീഡ് കൂടിയ നടത്താം, അതാണ് ജോഗ്. അങ്ങനെ അവരൊക്കെ ജോഗിങ്ങിന് പോയി.
വേർ ഡു പീപ്പിൾ ഗോ ഫോർ ജോഗിങ്? ജോഗിങ്ങിന് ആൾക്കാർ എങ്ങോട്ടാണ് പോകല്? പാർക്കിലേക്കോ ഗ്രൗണ്ടിലേക്കൊക്കെ പോകില്ലേ നമ്മുടെ നാട്ടിൽ? സോ നോക്കാം. ദ ഫാമിലി കെയിം ബാക്ക് ആഫ്റ്റർ എ റൺ. ഓടി എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം തിരികെ വന്നു. ദ കിഡ്സ് വേർ ടയേർഡ്. ഓൾറെഡി സ്കൂൾ വന്നതാണ്, അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ അവരാകെ ടയേർഡായി കിഡ്സ്. ദ കിഡ്സ് ആർ ടയേർഡ്. വാട്ട് വിൽ ദ മദർ ഗിവ് ടു ദം? ഇനി അവർക്ക് കഴിക്കണമല്ലോ, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? ശരിക്കും സ്കൂൾ വിട്ട ഉടനെ കൊടുക്കണം അല്ലേ? ഇനി എന്താണ് മദർ അവർക്ക് കഴിക്കാൻ കൊടുക്കുക? നോക്കാം. ഈസ് ടീ റെഡി മാം? ആസ്റ്റ് ഡെല്ല. ഡെല്ല ഒരു മകളാണ്. ടീ ചായ റെഡിയാണോ? നോ ടീ ടുഡേ. ചായ ഒന്നുമില്ല. ലെറ്റ്സ് ഡ്രിങ്ക് ബിറ്റർ ഗൗഡ് ജ്യൂസ്. എന്താ ബിറ്റർ ഗൗഡ്? കൈപ്പങ്ങയുടെ ജ്യൂസ് അല്ലേ, കൈപ്പക്ക. ബിറ്റർ ഗൗഡ് മീൻസ് കൈപ്പക്ക. കൈപ്പക്കയുടെ ജ്യൂസ് നമുക്ക് കുടിക്കാം എന്ന് അമ്മ പറയാം. സെഡ് ദി മം. ഓ മൈ ഗോഡ്. ഡെല്ല പുട്ട് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ ഹെഡ്. ഡെല്ല അവളുടെ കൈകൾ തലയിലോട്ട് വെച്ചു. വാട്ട്സ് റോങ് വിത്ത് മം? അമ്മയ്ക്ക് എന്തു പറ്റി? ആസ്റ്റ് ദ ബേബി എലഫൻറ്റ്. ബേബി എലഫൻറ്റ് ചോദിച്ചു. വിൽ ദ കിഡ്സ് ലൈക്ക് ബിറ്റർ ഗോഡ് ജ്യൂസ്? ബിറ്റർ ഗോഡ് ജ്യൂസ് കുട്ടികൾ ഇഷ്ടപ്പെടുമോ? നോ, ഷുവർലി ഇല്ല. വൈ? എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് ടേസ്റ്റ് ബിറ്റർ. ബിറ്റർ ഗോഡ് ജ്യൂസ് എന്താണ്? ബിറ്റർ, കയ്പായതുകൊണ്ട് അല്ലേ? നോക്കാം. ലേറ്റ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരം, അതങ്ങ് കുറച്ചങ്ങ് സമയം കഴിഞ്ഞപ്പോൾ ഫാദർ എലിഫൻറ്റ് കെയിം ഹോം ആഫ്റ്റർ വർക്ക്. ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. സോ ജോലിയൊക്കെ കഴിഞ്ഞ് ഫാദർ എലിഫൻറ്റ് വീട്ടിലേക്ക് വന്നു. ഹി സ്വിച്ച്ഡ് ഓൺ ദ ടെലിവിഷൻ ആൻഡ് ലേ ഓൺ ദ സോഫ. സ്വിച്ച്ഡ് ഓൺ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്തു, ഓണാക്കി, ടെലിവിഷൻ ഓണാക്കി. ആൻഡ് ലേ ഓൺ ദ സോഫ. സോഫയിൽ കിടന്നു. ലേ എന്ന് പറഞ്ഞാൽ കിടന്നു, സോഫയിൽ കിടന്നു. നോ ഡിയർ പ്ലീസ് സ്വിച്ച് ഓഫ് ദ ടി വി. അപ്പോൾ മദർ എലിഫൻറ്റ് പറയാണ്, ആ ടി വി ഓഫ് ചെയ്യൂ. ലെറ്റ്സ് ഗോ ടു ദ പാർക്ക് ആൻഡ് ഡു സം എക്സസൈസ്. പാർക്ക് പോയിട്ട് നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാമെന്നാണ് മദർ എലിഫൻറ്റ് പറഞ്ഞത്. സെഡ് ദി മദർ എലിഫൻറ്റ്. വൈ? ആസ്റ്റ് ദ ഫാദർ എലിഫൻറ്റ്. ഫാദർ എലിഫൻറ്റ് അത്ഭുതത്തോടെ ചോദിക്കണം, എന്തിന്? ഫോർ ബിക്കമിങ് തിന്നർ. മെലിയാൻ വേണ്ടിയിട്ട്. തിന്നർ എന്ന് പറഞ്ഞാൽ മെലിയുക, മെലിയാൻ വേണ്ടിയിട്ട്. ഷീ റിപ്ലൈഡ്. അമ്മ എലിഫൻറ്റ് പറഞ്ഞു. വാട്ട് വിൽ ദേ ഡു ഇൻ ദ പാർക്ക്? ഇനി പാർക്കിൽ അവരെന്താ ചെയ്യുക? നമുക്ക് നോക്കാം. എവറി ഡേ ദ ഫാമിലി ഡിഡ് മെനി എക്സസൈസസ്. എക്സസൈസസ് വ്യായാമങ്ങളാണ്. അവർ എവറി ഡേ വ്യായാമങ്ങൾ ഇങ്ങനെ ചെയ്തു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? സ്ട്രെച്ചിങ്, കൈകളൊക്കെ നീട്ടിപ്പിടിച്ചിട്ടുള്ള സ്ട്രെച്ചിങ്. അതുപോലെ തന്നെ ബെൻഡിങ്, ഇങ്ങനെ വളയുക, ശരീരം വളച്ചുകൊണ്ടുള്ള എക്സസൈസ് ചെയ്തു. ജോഗിങ്, നേരത്തെ പറഞ്ഞില്ലേ, വേഗത്തിൽ നടക്കുക, അത് ചെയ്തു. സിറ്റപ്പ്, ഇരുന്ന് പിന്നെ സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെ ഉള്ള എക്സസൈസ്. അതുപോലെ തന്നെ സൈക്ലിങ്. ഓക്കെ, ഇങ്ങനെ സൈക്കിൾ എന്താണ്? സൈക്കിള് പിന്നെ മൂവ് ചെയ്തോളന്നില്ല. ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അവിടെ കുറേ പിന്നെ എന്താണ് എക്സസൈസ്, സൈക്ലിങ്ങിന് വേണ്ട എക്സസൈസ് ഉണ്ടാവും, കാലിന് എക്സസൈസ് കൊടുക്കാൻ, അതൊക്കെ ഉണ്ടായിരുന്നു. എവരി വൺ ഗോട്ട് ടയേർഡ്. എല്ലാവരും ക്ഷീണിച്ചു. ബട്ട് ദർ വാസ് നോ തിന്നിങ്. പക്ഷെ ആ ഒരു മെലിഞ്ഞതൊന്നുമില്ല. ദിസ് വിൽ നോട്ട് വർക്ക്. ഇത് ശരിയാവില്ല. വി കൻ നോട്ട് ബി തിന്നർ. നമ്മൾ എലിഫൻസ് അല്ലേ, നമ്മൾ തടിച്ചു തന്നെ ആയിരിക്കും, നമ്മൾ മെലിയാൻ പോകുന്നില്ല. എലിഫൻസ് ആർ ഓൾവേസ് ഫാറ്റ് സെഡ് ലൂക്ക്. ലൂക്ക് പറയാ, എലിഫൻസ് എപ്പോഴും ആനകൾ തടിയുള്ള ആൾക്കാരാണ്, നമ്മൾ മെലിയാൻ പോകുന്നില്ല. നോ നോ വി മസ്റ്റ് ട്രൈ ഹാർഡർ. നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് ട്രൈ ഹാർഡർ. നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം. സെഡ് ദ മദർ എലിഫൻറ്റ്. മദർ എലിഫൻറ്റ് പറഞ്ഞു. ഷീ വൈപ്ഡ് ഹെർ സ്വെറ്റ് വിത്ത് എ ടവൽ. ഒരു ടവൽ ഉപയോഗിച്ചുകൊണ്ട് സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ്, അത് വൈപ്പ് ചെയ്തു. വൈപ്റ്റ് എന്ന് പറഞ്ഞാൽ തുടച്ചു. സോ എന്താ അവിടെ സംഭവിച്ചത്? അവൾ വേർത്തിരിക്കല്ല, ആകെ പിന്നെ വേർപ്പുണ്ട്, അത് വൈപ്പ് ചെയ്തു, തുടച്ചു ടവൽ ഉപയോഗിച്ചുകൊണ്ട്. ഡു യു ലൈക്ക് തിൻ എലിഫൻസ്? മെലിഞ്ഞ ആനകളെ ഇഷ്ടമാണോ എന്നാണ് ചോദ്യം. കോക്കനട്ട്സ്, ബിറ്റർ ഗൗഡ്സ്, സാലഡ്സ് എവറി ഡേ. എന്താണ് കോക്കനട്ട്സ്? തേങ്ങകൾ അല്ലേ. ബിറ്റർ ഗൗഡ്സ് കൈപ്പങ്ങ അല്ലെങ്കിൽ കൈപ്പക്ക. സാലഡ്സ് എവറി ഡേ, പച്ചക്കറി ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള സാലഡ്സ്, ഇതൊക്കെ എവറി ഡേ അവർ കഴിക്കുക. എലിഫൻറ്റ് കിഡ്സ് ഗോട്ട് ഫെഡ് അപ്പ് വിത്ത് ദ ഫുഡ്. ഈ ഭക്ഷണം ഇതന്നെ കഴിച്ച് എലിഫൻറ്റ് കിഡ്സൊക്കെ എന്തായി? ഗോട്ട് ഫെഡ് അപ്പ്. ഫെഡ് അപ്പ് മീൻസ് ടയേർഡ്. അവരാകെ ടയേർഡായി. വി വാണ്ട് ടേസ്റ്റി ഫുഡ്. രുചികരമായ ഭക്ഷണമാണ് ഞങ്ങൾക്ക്. ദേ സെറ്റ് ടുഗെദർ. അവർ ഒരുമിച്ച് പറഞ്ഞു. ഫുഡ് എന്ന് പറയട്ടോ, ഫുഡല്ല, ഫുഡ് ലോങ് വവല.
ദേ സെഡ് ടുഗദർ മീൻസ് ഒരുമിച്ച്, അവരെല്ലാം ഒരുമിച്ച് പറഞ്ഞു. ദെൻ ദ ഡോർ ബെൽ റാങ്. ആ സമയത്ത് ബെല്ല് അടിച്ചു. അപ്പോൾ ആരോ ഡോറിൽ വന്നിട്ടുണ്ട്. ഹൂ ഈസ് അറ്റ് ദ ഡോർ? ആരാണ് ഡോറിൽ? ദ ഡോർ ബെൽ റാങ്. ദ മദർ എലിഫൻറ്റ് ഓപ്പൺ ടു ദ ഡോർ. ബെല്ലടിച്ചപ്പോൾ മദർ എലിഫൻറ്റ് ഓപ്പൺ ചെയ്തു, ഡോർ തുറന്നു. ഹിയർ ഈസ് എ പാർസൽ ഫോർ യു, ദി എലിഫൻറ്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സെഡ്. അപ്പോൾ ഡെലിവറി ബോയ് ആയിരിക്കണം, ഒരു ഡെലിവറി ബോയ് എന്നുള്ള പോലെയുള്ള ഒരു എലിഫൻറ്റ് അവിടെ വന്നു. എന്നിട്ട് ഈ പാർസൽ അമ്മക്ക് കൊടുക്കണം. ഹിയർ ഇസ് എ പാർസൽ ഫോർ യു, ഒരു പാർസൽ ഉണ്ട് നിങ്ങൾക്ക്. ദി എലിഫൻറ്റ് അറ്റ് ദി ഡോർ സ്റ്റെപ്പ് സെഡ് ഇറ്റ് വാസ് എ പാർസൽ ഫ്രം ഗ്രാൻഡ്മ അയച്ച, മുത്തശ്ശി അയച്ച പാർസലാ. വാട്ട് ഈസ് ഇൻസൈഡ്? എന്താകത്ത്? എവരി വൺ സ്റ്റേഡ് അറ്റ് ദ ബോക്സിലേക്ക് സ്റ്റെയർ ചെയ്തു. സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ തുറച്ചു നോക്കി, എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കി, എന്തായിരിക്കും ആ ബോക്സിനകത്ത്. ദ ഫാദർ ഓപ്പൺഡ് ദ പാർസൽ. ഫാദർ അങ്ങനെ ആ പാർസൽ തുറന്നു. വാട്ട് ഈസ് ഇൻസൈഡ് ദ പാക്കറ്റിനകത്ത് എന്താണ് നമുക്ക് നോക്കാം. വൗ, എ കേക്ക്. ഓ, ഒരു കേക്കാണല്ലോ. ദ ചിൽഡ്രൻ ഡാൻസ്ഡ് വിത്ത് ജോയ്. സന്തോഷം കൊണ്ട് കിഡ്സ് ആകെ തുള്ളിച്ചാടി. വാട്ട് എ സ്വീറ്റ് സ്മെൽ. ഓ, എന്ത് സ്വീറ്റായ സ്മെല്ലാണ്, എന്ത് മനോഹരമായ മണം. ലുക്ക് ടച്ച്ഡ് ദ കേക്ക് വിത്ത് ഹിസ് ട്രങ്ക് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈയാണ് കേട്ടോ. ഓക്കെ, ടച്ച്ഡ് വിത്ത് ഹിസ് ട്രങ്ക് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ കൊണ്ട് ആ കേക്ക് ടച്ച് ചെയ്തു. എന്തൊരു സ്മെല്ല് എന്ന് പറയാം. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ, ഡെല്ല പറയാം. ഓ, നോക്കൂ അതിൻ്റെ കളർ. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്. അതിന്മേൽ എന്തുണ്ട്? ഫ്ലവേഴ്സ് ഉണ്ട്. കേക്കിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കൂല, അങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ട്. ബ്രൗൺ പറഞ്ഞു. ബ്രൗൺ എന്ന കുട്ടി. മാം പ്ലീസ് കട്ട് ഇറ്റ്, ഐ വാണ്ട് കേക്ക് നൗ. എനിക്കിപ്പോൾ കഴിക്കണം കേക്ക്, ഒന്ന് കട്ട് ചെയ്യുമെന്ന് അമ്മയോട് ഇവർ പറയാം. ദ ബേബി എലിഫൻറ്റ് ക്രൈഡ്. ഒരു ബേബി എലിഫൻറ്റ് പറഞ്ഞു. ദ മദർ കേം നിയർ. അമ്മ അരികത്തേക്ക് വന്നു. ഷീ സ്മെൽഡ് ദ കേക്ക്. അമ്മ കേക്ക് സ്മെൽ ചെയ്തു. വാട്ട് വിൽ ദ മദർ ഡു? ഇനി അമ്മ എന്തായിരിക്കും ചെയ്യാം? ഇറ്റ്സ് യമ്മി. നല്ല ടേസ്റ്റി ആയിരിക്കും. ബട്ട് അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. എവ്രിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. എല്ലാവരും അമ്മയെ നോക്കി. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്. നമ്മൾ പക്ഷേ ഇത് കഴിക്കുന്നില്ല. ലെറ്റ്സ് കീപ്പ് ഇറ്റ് ഫോർ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാം. ദ മദർ സെറ്റ്. അമ്മ എലിഫൻറ്റ് പറയാം. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. റെഫ്രിജറേറ്ററിൽ കൊണ്ടുപോയിട്ട് അമ്മ കേക്ക് കൊണ്ടുപോയി വെക്കുന്നു. വാട്ട് വിൽ ദ എലിഫൻറ്റ് കിഡ്സ് ഡു നൗ? ഇനി എലിഫൻറ്റ് കിഡ്സിന് എന്താ ചെയ്യുക? നോക്കാം. അപ്പോൾ ഇവർക്കൊന്നും ഇഷ്ടമല്ല അല്ലേ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കുന്നത്. സോ ഇവരെല്ലാവരും നോക്കിയിരിക്കുകയാണ് അല്ലേ കൗതുകത്തോടെ. അവർക്കത് കഴിക്കാനാണ് ആഗ്രഹം. ഇനി ഓൾ വർ തിങ്കിങ് അബൌട്ട് ദ സ്വീറ്റ് കേക്ക്. ആ രുചികരമായ മധുരമുള്ള കേക്കിനെ കുറിച്ച് എല്ലാവരും ചിന്തിച്ചിരുന്നു. ദേ ടോക്ക്ഡ് അബൌട്ട് ദ കേക്ക് ദ ഹോൾ ഡേ. ആ ദിവസം മുഴുവനും അവർ കേക്കിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. വാട്ട് വിൽ ദേ ടോക്ക് അബൌട്ട് ദ കേക്കിനെ കുറിച്ച് എന്തായിരിക്കും അവർ സംസാരിക്കുക? അതിൻ്റെ രുചി, അതിൻ്റെ മണം, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ആയിരിക്കും, അതിൻ്റെ ടേസ്റ്റ് ഒക്കെ. ആഫ്റ്റർ സപ്പർ. അപ്പോൾ സപ്പർ ഒരു ദിവസത്തെ അവസാനത്തെ ഭക്ഷണമാണ്. രാത്രി ഭക്ഷണത്തിന് ശേഷം ഓൾ വെൻ ടു ബെഡ്. എല്ലാവരും ബെഡിലേക്ക് പോയി കിടക്കാൻ. വെൻ വിൽ എ ഗസ്റ്റ് വിസിറ്റേഴ്സ്. എപ്പോഴാണ് ഒരു അതിഥി നമ്മളുടെ അടുത്തേക്ക് വരിക? അപ്പോഴല്ലേ കേക്ക് കട്ട് ചെയ്യുള്ളൂ. ദി ബേബി എലിഫൻറ്റ് ചോദിച്ചു. വൈ ഡു യു വാണ്ട് എ ഗസ്റ്റ്? ബ്രൗൺ ആസ്റ്റ്. അപ്പോൾ ബ്രൗണ് ചോദിക്കുകയാണ്, എന്തിനാണ് നിനക്കൊരു ഗസ്റ്റ് ഇപ്പോൾ വരേണ്ട ആവശ്യം? മം വിൽ കട്ട് ദ കേക്ക് ദെൻ. അങ്ങനെയാണെങ്കിൽ അമ്മ കേക്ക് കട്ട് ചെയ്യുള്ളൂ. സെഡ് ദ ബേബി എലിഫൻറ്റ് പറഞ്ഞു. ഇറ്റ്സ് എ സ്പഞ്ച് കേക്ക്. ഇത് സ്പഞ്ച് കേക്കാണ്. ലുക്ക് പറഞ്ഞു. ദ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ആർ മെയ്ഡ് ഓഫ് ഷുഗർ. അതിൻ്റെ മുകളിലുള്ള ഫ്ലവേഴ്സൊക്കെ ഷുഗർ, മധുരം കൊണ്ട് ഉണ്ടാക്കിയതാ. ഡെല്ല ലിക്ഡ് ഹെർ ലിപ്സ്. ഇത്ര പറഞ്ഞു. ഡെല്ല ഇങ്ങനെ അവളുടെ ലിപ്സ്, ചുണ്ടുകൾ ഇങ്ങനെ ലിക്ക് ചെയ്തു. സോ അങ്ങനെ എന്താ പറയുക, അവളെന്നെ ഇങ്ങനെ മധുരം നുണഞ്ഞിങ്ങനെ നിൽക്കുകയാണ്, കാരണം കൊതി കൊണ്ട്. എവ്രി വൺ തോട്ട് എബൌട്ട് ദ കേക്ക്. എല്ലാവരും കേക്കിനെ കുറിച്ച് ചിന്തിച്ചു. They couldn't sleep. അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. Will the mother give them the cake? അമ്മ അവർക്ക് കേക്ക് നൽകുമോ? എല്ലാവരും കിടന്നു അല്ലേ. നോക്കാം. The mother elephant too was eager to taste the cake. മദർ എലിഫൻറ്റ് പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് കഴിച്ചു നോക്കാൻ. ടു ഈഗർ എന്ന് പറഞ്ഞാൽ താല്പര്യം, നല്ല താല്പര്യമായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ ഈ കേക്ക്. അറ്റ് മിഡ് നൈറ്റ്, അർദ്ധരാത്രി ആയപ്പോൾ, ഷീ ഗോട്ടപ്പ്. അവൾ എഴുന്നേറ്റു. ഗെറ്റപ്പ് എഴുന്നേൽക്കുക, ഗോട്ടപ്പ് എഴുന്നേറ്റു. അവൾ എഴുന്നേറ്റു. ഓൾ ആർ സ്ലീപ്പിംഗ്. എല്ലാവരും എന്താണ്? സ്ലീപ്പിംഗ്, ഉറങ്ങുകയാണ്. ഷീ തോട്ട്, അവൾ ചിന്തിച്ചു.
ഷീ വാക്ക്ഡ് വെരി ക്വയറ്റ്ലി ടു ദ കിച്ചൺ. ക്വയറ്റ്ലി എന്ന് പറഞ്ഞാൽ ശാന്തമായി, ശബ്ദമുണ്ടാക്കാതെ പതുക്കെ കിച്ചണിലേക്ക് പോയി. സ്ലോലി, പതുക്കെ. ഷീ ഓപ്പൺഡ് ദ ഫ്രിഡ്ജ് തുറന്നു. ആൻഡ് ടുക്ക് ഔട്ട് ദി പാക്കറ്റ്, പുറത്തേക്ക് പാക്കറ്റ് എടുത്തു. വൗ, വാട്ട് എ സ്വീറ്റ് സ്മെൽ, ഇത് മനോഹരമായ സ്മെൽ അതിന്. ഷീ ക്ലോസ്ഡ് ഹെർ ഐസ്, അവളുടെ കണ്ണുകൾ അവൾ അടച്ചു. ആൻഡ് എൻജോയ്ഡ് ദ സ്വീറ്റ് സ്മെൽ ഓഫ് ദി കേക്ക്, ആ മധുരമൂറുന്ന സ്മെൽ, ഇങ്ങനെ കേക്കിൻ്റെ സ്മെല്ല് ആസ്വദിച്ചു അവൾ. ഹെർ മൗത്ത് വാട്ടേഡ്, വായിൽ വെള്ളം വന്നു മദർ എലിഫൻറ്റിൻ്റെ. വിൽ എനിബഡി സീ ഹെർ, ആരെങ്കിലും അവളെ കാണുമോ? വിൽ ഷീ ഈറ്റ് ദ ഹോൾ കേക്ക്, കേക്ക് മുഴുവനായിട്ട് മദർ ബേർഡ് കഴിക്കുമോ? നമുക്ക് നോക്കാം. ദ മദർ ഓപ്പൺ ദ പാക്കറ്റ്, മദർ എലിഫൻറ്റ് പാക്കറ്റ് അങ്ങ് തുറന്നു. ഹലാസ്, കഷ്ടം. ദർ വാസ് ഓൺലി വൺ പീസ് ലെഫ്റ്റ്, ഓൺലി വൺ പീസേ ബാക്കിയുള്ളൂ. ലെഫ്റ്റ് തന്നെ ബാക്കിയാവുക, ഒറ്റ പീസ് ബാക്കിയുള്ളൂ. വേർ ആർ ദി അതർ പീസസ്, മറ്റേ പീസെല്ലാം ഇവിടെ കേക്കിൻ്റെ. ഹു ഏറ്റ് ദം, ആരാണതെല്ലാം കഴിച്ചത്? എനിവേ ഐ വിൽ ഈറ്റ് ദിസ്, ഇനിയിപ്പോൾ ഒരു പീസിലുള്ളൂ, അത് ഞാൻ കഴിക്കും. ഷീ ടുക്ക് ദ ലാസ്റ്റ് പീസ് ഫ്രം ദ പാക്കറ്റ്, പാക്കറ്റിൽ നിന്ന് അവസാനമുള്ള കേക്ക് അവൾ എടുത്തു. ആ സമയത്ത് ഗോട്ട് യു, പിടിച്ചേ എന്ന് പറഞ്ഞു. സഡൻലി ഷീ ഹേർഡ് എ വോയിസ്, കൈയോടെ പിടിച്ചേ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആരോ കുട്ടികളാണ് പറയുന്നത് അല്ലേ, അവരുടെ ശബ്ദം കേട്ടു. ഗോട്ട് യു. സഡൻലി ദ മദർ എലിഫന്റ് ഹേർഡ് എ വോയിസ്. ഹൂ സെഡ് ദാറ്റ്, ആരായിരിക്കും അത് പറഞ്ഞത്? മക്കളിൽ ആരെങ്കിലും അല്ലേ? നോക്കാം. ദി മദർ എലിഫന്റ് ടേൺഡ് ദ ലൈറ്റ് ഓൺ. അപ്പോൾ ഇരുട്ടാണല്ലോ, മദർ എലിഫൻ്റ് ചെയ്തു, ലൈറ്റ് ഓൺ ചെയ്തു. ദ ഫാദർ ആൻഡ് ദ കിഡ്സ് വെർ അണ്ടർ ദ ടേബിൾ. അപ്പോൾ ഫാദറും കിഡ്സും ഒക്കെ എന്താണ്, കേക്ക് വന്ന് കട്ടുന്നായിരുന്നു. അവരെല്ലാം ടേബിളിന് താഴെയുണ്ട്. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ. ദേ വർ ഓൾ ഈറ്റിംഗ് ദ കേക്ക്, അവരെല്ലാം കേക്ക് കഴിക്കുകയായിരുന്നു. യു ഓൾ ഹിയർ, നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? ഐ കെയിം ടു ക്യാച്ച് ദ തീവ്സ്. അപ്പം നോണ അറിയാണ്, എന്തായാലും മോശമല്ലേ, മറ്റാരും കേക്ക് കഴിക്കാനും സമ്മതിക്കാതെ അർദ്ധരാത്രി വന്ന് ഒറ്റ കഴിക്കാനുള്ള പ്ലാനായിരുന്നല്ലോ. സോ മദർ ബേർഡ് പറയാം, ഞാൻ തീവ്സ് എന്ന് പറഞ്ഞാൽ കള്ളന്മാർ എന്നാണ് കേട്ടോ, ഞാൻ കള്ളന്മാരെ പിടിക്കാൻ വന്നതായിരുന്നു. ദ മദർ സെഡ് വിത്ത് എ ഷൈ സ്മൈൽ. ഷൈ എന്താ, അല്പം നാണിച്ച, അല്പം നാണത്തോടെയുള്ള നാണത്തോടെ പുഞ്ചിരിച്ചു. ബട്ട് വി കോട്ട് എ തീഫ്, പക്ഷെ ഞങ്ങളൊരു കള്ളനെ പിടിച്ചു. ഡെല്ല ലാഫ്റ്റ് അലൗഡ്, ഡെല്ല ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ലാഫ്റ്റ് പൊട്ടിച്ചിരിച്ചു, എല്ലാവരും ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഇതാ മദർ എന്ന ഈ കേക്ക് കള്ളനെ പിടിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. വാട്ട് വിൽ ദ മദർ ഡു നൗ, ഇനി മദർ ബേർഡ് എന്താ ചെയ്യുക, മദർ എലിഫൻ്റ് എന്താ ചെയ്യുക നോക്കാം. മദർ എയ്റ്റ് ദ ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് വിത്ത് എ സ്മൈൽ. പുഞ്ചിരിയോടെ ആ ലാസ്റ്റ് പീസ് ഓഫ് കേക്ക് മദർ എലിഫൻ്റ് കഴിച്ചു. മം, ഡോണ്ട് യു വാണ്ട് ടു ബി തിൻ? അപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ്, ആസ് ദ ബേബി എലിഫൻറ്റ്, ആ ഏറ്റവും ചെറിയ എലിഫൻ്റ് ചോദിക്കുകയാണ്, അമ്മ തിന്നാവണ്ടേ, മെലിയണ്ടേ? യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും അതെ. വി വിൽ ഈറ്റ് കേക്ക്സ് ടുഡേ, നമ്മൾ ഇന്ന് കേക്ക് കഴിക്കും. ആൻഡ് ടുമോറോ, നാളെ വി വിൽ വർക്ക് ഔട്ട് ഈവൻ ഹാർഡർ കഠിനമായിട്ട്, കൂടുതൽ കഠിനമായിട്ട്, അതർത്ഥം. കൂടുതൽ സാധാരണ നമ്മൾ വർക്കൗട്ട്, അതായത് എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കഠിനമായിട്ട് നമ്മൾ നാളെ ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, അത് പിന്നെ വർക്കൗട്ട് ചെയ്യും. ദ മദർ സെഡ് കേക്ക് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി സെഡ് ദ ബേബി എലിഫന്റ്. അപ്പോൾ ബേബി എലിഫന്റ് അവിടെ നിന്ന് എന്ത് പറഞ്ഞു? കേക്കാണ് എൻ്റെ എനർജിയുടെ രഹസ്യമെന്ന് ഉറക്കെ. എവ്രി വൺ ലാഫ്റ്റ് ആൻഡ് വെന്റ് ടു ബെഡ്. അവരെന്താണ്, എല്ലാവരും ഉറക്കെ പൊട്ടിച്ചിരിച്ചു, എല്ലാവരും പിന്നെ ബെഡിലേക്ക് കിടക്കാൻ പോയി. ഓക്കെ, സോ അവരെല്ലാം ഈ മദർ ബേർഡ് കേക്ക് കഴിക്കുന്ന ആ ഒരു ചിത്രമാണ് കാണുന്നത്. ഇനി ഇതിൽ തന്നെ ഈ യൂണിറ്റിൽ തന്നെ ഒരു കൊച്ചു കവിത ഉണ്ട്. സോ അതുകൂടെ അങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ലെസൺ അവസാനിപ്പിക്കാം. ഇഫ് യു മീറ്റ് എൻ എലഫൻറ്റ്, അതാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു കവിതയുടെ. ഇഫ് യു മീറ്റ് എൻ എലഫൻറ്റ്, നിങ്ങളൊരു ആനയെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ. ഇഫ് യു മീറ്റ് എൻ എലഫൻറ്റ് ഓൺ എ സണ്ണി ഡേ എന്ന് പറഞ്ഞാൽ സൂര്യന് ഉദിച്ചിരിക്കുന്ന ദിവസം, മഴയില്ലാത്ത ദിവസം. ഒരു മഴയില്ലാത്ത ദിവസം നിങ്ങളൊരു എലിഫൻറ്റിനെ കാണുകയാണെങ്കിൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താ ചെയ്യുക? വാട്ട് വുഡ് യു സേ, നിങ്ങൾ എന്താ പറയുക? അപ്പോൾ അതിന് ആൻസർ ഐ വുഡ് സേ, ഞാൻ പറയും ഗുഡ് മോർണിംഗ് എലിഫൻറ്റ്. ഹൗ ഡു യു ഡു എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോഴാണ് ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുക. പരിചയമുള്ള ആൾക്കാരോട് എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് എങ്ങനെ ചോദിക്കുക? ഹൗ ആർ യു. പരിചയം ഇല്ലാത്ത ആൾക്കാരോട് എന്താ ചോദിക്കുക? ഹൗ ഡു യു ഡു. ഓക്കെ, സോ അങ്ങനെ ചോദിക്കൂ. ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു എലിഫൻറ്റ്, അങ്ങനെ പറയും ഞാൻ. സന്തോഷം, കണ്ടതിൽ സന്തോഷം എന്ന് പറയും. ഐ എം ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ
ഹാപ്പി ടു മീറ്റ് യു എലിഫൻറ്റ് എന്ന് പറയും. ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു, അതും ഞാൻ പറയും. നീയുമായിട്ട് ഡാൻസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും പറയും. ഇനി ഇഫ് യു മീറ്റ് എ പാരറ്റ് ഓൺ എ റെയിനി ഡേ, മഴ പെയ്യുന്ന ദിവസം ഒരു പാരറ്റിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് വുഡ് യു സേ, നിങ്ങൾ എന്ത് പറയും? ഐ വുഡ് സേ, ഞാൻ പറയും, ഗുഡ് മോർണിംഗ് പാരറ്റ്, ഹൗ ഡു യു ഡു. ഗുഡ് മോർണിംഗ് പാരറ്റ്, ഹൗ ഡു യു ഡു എന്ന് ചോദിക്കും. ശേഷം ഐ എം ഗ്ലാഡ് ടു മീറ്റ് യു പാരറ്റ്. പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്തല്ലേ, തത്തയെ കണ്ടത് സന്തോഷം എന്ന് പറയും. ഐ വുഡ് ലൈക്ക് ടു ഡാൻസ് വിത്ത് യു, നീയുമായിട്ട് ഡാൻസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നും പറയും. സോ ഈ ഒരു കൊച്ചു കവിത ഇവിടെ അവസാനിക്കുന്നു. സോ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു യൂണിറ്റുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.